പ്ലസ് ടു കഴിഞ്ഞിട്ടുള്ള സ്റ്റുഡൻസിന് ഇപ്പം ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. അവർക്ക് ഇത് എടുക്കാൻ പറ്റുമോ, അതുപോലെ ഇത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. അപ്പം ആസ് എ ഫസ്റ്റ് ഇയർ HOD നിങ്ങൾ മാമിന് എന്ത് അഡ്വൈസാണ് ഈ സ്റ്റുഡൻസിന് കൊടുക്കാനുള്ളത്? മിസ് പറഞ്ഞ പോലെ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് നിൽക്കുന്ന കുട്ടികൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു സ്റ്റേജാണ് ഈ സമയം എന്ന് പറയുന്നത്. അവർ ഏത് കരിയർ ചൂസ് ചെയ്യണം, ഏത് ബ്രാഞ്ച് ചൂസ് ചെയ്യണം എന്നുള്ളതിൽ അവർക്ക് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാകും. അപ്പോൾ നമ്മളെ കോൺടാക്ട് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ ടേസ്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ച് നമ്മൾ അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നതായിരിക്കും. ഈ ഒരു സമയത്ത് എടുക്കുന്ന ഡിസിഷനാണ് സ്വാഭാവികമായിട്ടും അവരുടെ ലൈഫ് ഡിറ്റർമിൻ ചെയ്യുന്നത്, അവരുടെ കരിയർ ഡിറ്റർമിൻ ചെയ്യുന്നത്. സ്യൂട്ടബിൾ ആയിട്ടുള്ള ബ്രാഞ്ചാണോ അല്ലെങ്കിൽ ഏത് കോഴ്സാണ് അവർ എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് അവരോട് സംസാരിച്ച് അവരെ കൗൺസിൽ ചെയ്ത് അവരോട് സംസാരിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ അപ്പോൾ ഒരു ചെറിയ സ്പാർക്ക് ഉണ്ടെങ്കിൽ തന്നെ EKC അവരൊരു പ്രോപ്പർ എഞ്ചിനീയർ ആക്കുന്ന കാര്യം EKCയുടെ ഉത്തരവാദിത്വമാണ്. തീരെ അവർക്ക് അതിനോടൊരു ടേസ്റ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും അവരുടെ അടുത്ത് അത് പറഞ്ഞ് നമ്മൾ വേറെ കോഴ്സിലോട്ട് അവരെ ഡയറക്റ്റ് ചെയ്തായിരുന്നു.